നോർമലി സംഭവിക്കുന്ന നോൺസെൻസ് എന്തൊക്കെയാണ്? നോൺസെൻസ് അല്ല, പക്ഷെ ബിക്കോസ് ഇതുവരെ എനിക്ക് പേഴ്സണൽ ലൈഫിൽ നോബഡി ഹാഡ് ഡൺ ദാറ്റ് ഫോർ മീ ടിൽ നൗ. പക്ഷെ ഈയിടയ്ക്ക് ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ the person had particular person in he had come to visit me when I was working here, so I thought that was really sweet of him to do it. ആരാണ് സസ്പെൻസ്. പ്രിയാമണിക്ക് വേണ്ടി അങ്ങനെ ഹൃദയവുമായി വന്ന ആ ചെറുപ്പക്കാരൻ ആരാണ്? ഞാൻ പറയില്ല. സസ്പെൻസ്. It was not now. ഇപ്പോഴും വന്നിട്ടുണ്ട്, പക്ഷെ the first time അയാൾ വരുമ്പോൾ I thought that was it was really അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ. എനിക്ക് ലൈഫിൽ ആരും nobody has എന്നെ അങ്ങനെ പാമ്പർ ചെയ്തിട്ടില്ല. So I really felt nice and I thought it was cute. ഇപ്പൊ അയാളെ വിളിച്ചിട്ട് എത്ര സമയമായി? 1 hour. ഓ, അതായത് നമ്മുടെ ഇന്റർവ്യൂവിന് കയറുന്നതിന് തൊട്ട് മുമ്പേ ഞാൻ റേഡിയോ മാംഗോയിലേക്ക് പോവാണ്. ഞാൻ പറഞ്ഞു ഞാൻ റേഡിയോ മാംഗോ പോകുന്നുണ്ട്, ഐ എം ഗോയിങ് ഫോർ എൻ ഇന്റർവ്യൂ. സോ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞു. സോ സ്വീറ്റ്. എന്റെ ക്യൂരിയോസിറ്റി എന്ത് ലെവലിലായിരിക്കും ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? നീത മാത്രമല്ല, ഓൾമോസ്റ്റ് എല്ലാവരും ഭയങ്കര ക്യൂരിയസ് ആവും. പക്ഷെ എന്നാണ് ഇത് നാട്ടിലെങ്ങും പാട്ടാകുന്നത്? സൂൺ, ഐ ഹോപ്പ് സോ. എന്നെ വിളിച്ച് പറയണേ, കല്യാണം വിളിക്കണേ. തീർച്ചയായിട്ടും. ഓടിപ്പോയി കല്യാണം കേൾക്കുക വീട്ടിൽ ഇല്ല. I don't believe in that. എന്തായാലും with the blessings of both the families. മലയാളി അല്ല, കന്നഡ അല്ല, തമിഴ് അല്ല, പിന്നെ തെലുഗു അല്ല, ഹിന്ദി, നോർത്ത് ഇന്ത്യൻ. യെസ്, പ്രിയാമണി ഒരു നോർത്ത് ഇന്ത്യയിലുള്ള ആരോ കല്യാണം കഴിക്കാൻ പോവാ. ഞാൻ പറയട്ടെ റേഡിയോ കിടെ പറഞ്ഞ കുഴപ്പമില്ല. അപ്പൊ ഇനി ഒരൊറ്റ ചോദ്യം മാത്രം, പ്രിയാമണിയുടെ മനസ്സ് കവർന്ന ആ നോർത്ത് ഇന്ത്യൻ ചെറുപ്പക്കാരൻ ആരാണ്? ഞാൻ കൂടുതൽ പറഞ്ഞില്ലല്ലോ. I just gave little bit of clues. അത്രേ ഉള്ളൂ. ക്യൂരിയോസിറ്റി. See, ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, curiosity kills the cat. So meow. പ്രിയാമണിയുടെ കല്യാണത്തിന്റെ കഥ ഇവിടെ തുടങ്ങുകയാണ്. ഇത് നീത സ്പോട്ട്ലൈറ്റുമായി ഓൺ റേഡിയോ മാംഗോ 91.9. നാട്ടിലെങ്ങും പാട്ടായി.